134 സങ്കീർത്തനം 3 വാക്യം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. 120 സങ്കീർത്തനം മുതൽ 134 സങ്കീർത്തനം വരെ ആരോഹണ ഗീതങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 120 ആരംഭിക്കുന്ന ആ പ്രയാണം 134 സങ്കീർത്തനത്തിൽ ഒരു ബെനഡിക്ഷനോടുകൂടി ആശീർവാദത്തോടുകൂടി അവസാനിക്കുകയാണ്. എന്താണ് ആ ആശീർവാദം? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടാണ് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ എന്ന് പറയുന്നത്? ഈ ലോകത്തിൽ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ വേറെ ആരുമില്ല. എളുപ്പമുള്ളൊരു കാര്യമല്ല. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ അത്രയും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരാളുമില്ല. 2, ദൈവിക അനുഗ്രഹം മാത്രമാണ്, സിയോനിൽ നിന്നുള്ള അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, സിയോനിൽ നിന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ആത്മീക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകും. ആത്മീക കൃപകൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. നമ്മെ ചിരിച്ച് തള്ളിയ ആളുകൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരുന്നത് കാണുമ്പോൾ അവരും ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായി തീരും. കാരണം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് നാം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത്.